ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത കൊന്യൂറില്ലേ, യെല്ലോ ഷെയ്ഡറും പൈനാപ്പിൾ കൊന്യൂറും എടുത്തായിരുന്നു. അപ്പോൾ അതിന് ഫീഡ് കൊടുക്കാനായിട്ട് പോണേന്. നമ്മൾ മറ്റേ പെറ്റ് ലൈഫിൻ്റെ ഫീഡാണ് ഇപ്പോൾ കൊടുക്കണം, ഹാൻഡ് ഫീഡിങ് ഫോർമുല. അത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കലക്കി നമ്മൾ സിറിഞ്ചിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അത്യാവശ്യം ഇപ്പോൾ ചെറുതായിട്ട് പറന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അത് തുറക്കുമ്പോൾ തന്നെ ഇപ്പോൾ രണ്ടുപേരും ചാടി പുറത്തോട്ട് പോരും. ഇപ്പോൾ ആ ഫീഡ് എടുക്കാൻ വേണ്ടിയുള്ള വരവാണ്. എൻ്റെ കയ്യിൽ ഇപ്പുറത്ത് സിറിഞ്ച് കണ്ടപ്പോൾ വേഗം ചാടി കയ്യിലോട്ട് വന്നതാണ്. നമ്മളിങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് ഫീഡ് എടുത്തോളും. ഇത് നമ്മൾ ആലപ്പുഴയിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാ ഐ ഡി നമ്മളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. DM ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിലൊരെണ്ണത്തിന് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ളതാണ്. കുറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിലൊരെണ്ണത്തിന്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് ഇണങ്ങുന്നൊരു ബേർഡ് തന്നെയാണിത്. ചെറിയ രീതിക്കൊക്കെ വർത്താനവും പറയും. എന്തോരം നമ്മൾ അതിനോട് മിങ്കിൾ ചെയ്യണം, അതിനനുസരിച്ച് അത് നമ്മളോടും നല്ല രീതിക്ക് ഇണങ്ങി വരും. ഇപ്പോൾ നമ്മൾ കൈ നീട്ടി ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം പറന്ന് വന്നുണ്ട്. എപ്പോഴും വാതിലും ജനലൊക്കെ നമ്മൾ അടച്ചിട്ടാണ് പുറത്തിറക്കണത്. കാരണം ഇതുങ്ങൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കാക്ക പരന്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിടിക്കും. കാരണം അതുങ്ങൾക്ക് പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ട് പിടിക്കും. മുമ്പ് എൻ്റെ കയ്യിലൊരു കോക്ടെയിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നമ്മൾ ഇതേപോലെ കൊണ്ടുവന്നതാണ്. അത് പെട്ടെന്ന് പുറത്തോട്ട് പറന്നു പോയിട്ടൊരു പരന്ത് പിടിച്ച് അത് നമ്മളെ ഇതിൽ ഡെഡായി പോയതാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫായിട്ട് റൂമൊക്കെ അടച്ചിട്ടിട്ടേ നമ്മൾ ഇതുങ്ങളെ പുറത്തോട്ട് ഇറക്കാറുള്ളൂ. ഞാനിപ്പോൾ ഒരു ബോഡി ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ ആയാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ കൊനൂറിനെയൊക്കെ നമുക്ക് ബോഡി ബെൽറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അവിടെ സ്റ്റൂളുമ്പോൾ വെച്ചതാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണിച്ച് വിസലടിച്ചൊക്കെ വിളിക്കുമ്പോഴേക്കും ആൾ പറന്ന് വന്നുണ്ട്. ചെറിയൊരു പേടിയുണ്ട്. അത് ആ പറന്ന് ക്ലിയറായി വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട്. ഇപ്പോൾ കയ്യിലോട്ട് പറന്ന് വരും. അങ്ങനെ കൈ കാണിച്ച് വിളിച്ച് വരുമ്പോൾ ആൾ പറന്ന് വന്നുണ്ട്. മറ്റേ ആൾക്ക് പറക്കാൻ ഇത്തിരി പേടിയാണ്, പൈനാപ്പിൾ. അത് ഇങ്ങനെ ചാടൂല. അവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങിയൊക്കെ ഇറങ്ങി വരുള്ളൂ. അതൊന്നും കൂടെ അതിൻ്റെ ചിറകിൻ്റെ അടിയിലൊക്കെ ഒന്നും കൂടെ തൂവൽ വരാനുണ്ട്. ഇപ്പോൾ ഇയാൾക്ക് ഫീഡ് കൊടുക്കുമ്പോൾ സൈഡിൽ വന്ന് നോക്കി നിൽക്കണേണ്. നമ്മളിങ്ങനെ ഫീഡ് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അടുത്ത ആൾ അതിൻ്റെ മേളിൽ കൂടെ കയറി ഇങ്ങനെ വരും. അതിങ്ങനെ രണ്ടും കൂടെ ഇടിപിടുത്തൊക്കെയാണ്. അത് രണ്ടുപേരുടെയും കൂടെ ആ കാട്ടയൊക്കെ കാണാൻ നല്ല രസവും. അപ്പോൾ എന്തായാലും ഈ ചെറിയ പിള്ളേരൊക്കെ ഉള്ളവർ എപ്പോൾ നോക്കിയാലും ഈ പിള്ളേർ ഈ ഫോണിൽ കളിയാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പെറ്റ്സിനെയൊക്കെ അവർക്ക് മേടിച്ച് കൊടുക്കണമെങ്കിൽ ആ ഫോണിൽ കളിയിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ആവും. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഈ ഫോൺ തന്നെ എപ്പോഴും കൊടുക്കണം അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പെറ്റ്സിനെയൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ കുറേ കൂടെ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റൊക്കെ നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.